ഈ ശാക്തീകരിച്ച് സമൂഹം ഏതൊക്കെയോ ദിശയിലേക്ക് അങ്ങ് സഞ്ചരിക്കുകയാണ്. പുതിയ മാനങ്ങൾ, പുതിയ രൂപങ്ങൾ, പുതിയ ഭാവങ്ങൾ. ഇവിടെ ഇരയാര് വേട്ടക്കാരാര് എന്ന ചർച്ചയേക്കാൾ ഉപരി പലപ്പോഴും ഇതിനുള്ളിലെ ജാതിയും മതവും ചേർന്ന ഉള്ളടക്കം മാത്രമാണ് ഈ സമൂഹം ചർച്ച ചെയ്യുന്നത്. അത്രമേൽ ഏതൊക്കെയോ ദിശകളിലേക്ക് കാര്യങ്ങൾ സഞ്ചരിച്ചു പോവുകയാണ്. ഏതാനും സമയത്തിന് മുമ്പ് ഒരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് രാഹുൽ ഈശ്വറിനെ ഓർത്തുപോയി. കാരണം അവനിങ്ങനെ സ്ഥിരമായി ഇത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് പുള്ളിയാണ്. സംഗതി വേറൊന്നുമല്ല, ഒരു ഭിന്നശേഷിക്കാരനായ യുവാവിനെ മുറിയിൽ കൊണ്ടുപോയി എന്തിനൊക്കെയോ നിർബന്ധിച്ചു, ആവശ്യപ്പെട്ടു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറഞ്ഞു. അതിന് വിധേയമാകാതെ വന്നപ്പോൾ അവനെ അടിച്ച് പഞ്ചറാക്കി എന്നതാണ് വാർത്ത. ആ പെൺകുട്ടിയുടെ പേരും പടവും ഒക്കെ വന്നിട്ടുണ്ട്. കൂടാതെ വളരെ പരസ്യമായി നിന്ന് വീഡിയോ എടുത്ത് അത് പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളും രംഗങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് നമ്മളീ പറയുന്നത് പോലെ തുല്യവൽക്കരണത്തിൻ്റെയോ ശാക്തീകരണത്തിൻ്റെയോ അടയാളമായി ചിലപ്പോൾ സ്വതന്ത്രവാദികളും നവോത്ഥാനവാദികളും ഒക്കെ പറയുമെങ്കിലും ഈ സമൂഹം സഞ്ചരിക്കുന്ന ഒരു ദിശയുടെ സൂചികയാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഇത് നമ്മുടെ സമൂഹങ്ങളിൽ ഈ പറയുന്ന പല സിറ്റികളിലും കേന്ദ്രീകരിച്ച് രൂപം കൊള്ളുന്ന ഈ പലതരം കൂട്ടുകെട്ടുകളുടെ, പലതരം ബന്ധങ്ങളുടെ, പലതരം നിഴൽ സംഘങ്ങളുടെ ഒക്കെ ഒരു ബാഹ്യമായ രൂപത്തിലേക്ക് വന്ന് ഭവിക്കുന്ന ചില അടയാളങ്ങളാണ്. ഇതിന് ഉപോത്ബലകമായ ഒരുപാട് സംഗതികൾ പലയിടങ്ങളിലുമുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ മറ്റു പലതരത്തിലാണ് ചിത്രീകരിക്കപ്പെടുക. ഒന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇത് പാരമ്പര്യവാദമാണ്, ഇത് എന്താ പറയുന്നത് തുല്യവൽക്കരണത്തെ എതിർക്കുന്നവരാണ്, ഇത് അതിൻ്റെ അപ്പുറത്തെ മറ്റെന്തോ ആണ് എന്നിങ്ങനെയൊക്കെയാണ് സംസാരം പോകുന്നത്. ഇതിൻ്റെ വാർത്ത തന്നെ ഞാനിത് വായിക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ, രാത്രിയാണ്. ഭിന്നശേഷിക്കാരനെ യുവാവിനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഈ മാസം 22-നാണ് ഇതിനാസ്പദമായ സംഭവം നടന്നത്. സോഷ്യൽ മീഡിയ വഴിയാണ് കൊല്ലം നല്ലില സ്വദേശി യുവാവും സഫ്നയും പരിചയപ്പെടുന്നത്. ഇവർ തമ്മിൽ കുറച്ചു കാലമായി ബന്ധമുണ്ടായിരുന്നു. സംഭവ ദിവസം വൈകിട്ട് ഒരുമിച്ച് പുറത്തു പോകാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും പനമ്പള്ളി നഗർ സൗത്ത് പാലത്തിനടുത്തുള്ള ഹോട്ടലിലേക്ക് സഫ്ന യുവാവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. വൈകിട്ട് 6:30 മണിയോടെ യുവാവ് മുറിയിലെത്തി. ഇതിനിടെ ടോയ്ലറ്റിൽ ഒളിച്ചിരുന്ന 2 പേരും പുറത്തുനിന്നെത്തിയ മറ്റ് 2 പേരും ചേർന്ന് മാരകായുധങ്ങളുമായി യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. യുവാവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കി സഫ്നയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു. ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ലക്ഷ്യം. യുവാവ് വിസമ്മതിച്ചതോടെ പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. ഈ സാമൂഹ്യ മാധ്യമത്തിൽ കുറേ ആളുകൾ കുറേ പേരെ പരിചയപ്പെടുക. ഈ പരിചയപ്പെടുന്നത് ആരാണ്, എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതിനെ സംബന്ധിച്ചൊന്നും യാതൊരു ചിന്തയില്ല. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒരുപക്ഷെ ഈ ഭിന്നശേഷിക്കാരൻ എന്ന് പറഞ്ഞ ആൾ നല്ല സമ്പന്നനായിരിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ളവരാരെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ മുറിയിൽ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് സഫ്ന എന്ന് പറയുന്ന ഒരു വനിതയാണ്. നമ്മൾ സാധാരണ പീഡിപ്പിക്കപ്പെടുമ്പോൾ പലപ്പോഴും ഈ പുരുഷ കമ്മീഷൻ വേണം, പീഡനത്തിന് ഇരയാവുന്നതിൽ പുരുഷന്മാരുണ്ട് എന്നൊക്കെ നമ്മുടെ രാഹുൽ ഈശ്വർ പറയുമ്പോൾ ആ നിലവിളിക്കുന്ന രാഹുൽ ഈശ്വറിനെയാണ് ഈ സമൂഹത്തിൽ ബാക്കി എന്തെല്ലാം വിദ്വേഷങ്ങൾ പറഞ്ഞവരും പുറത്ത് അഭിരമിക്കുമ്പോൾ ജയിലിലടച്ച് നീതി നടപ്പിലാക്കിയത്. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ രാഹുൽ ഈശ്വറിനെ ഓർത്തുപോയി. ഇനി ആണുങ്ങൾക്കും സംരക്ഷണ സേനയും അവകാശ കമ്മീഷനും അനിവാര്യമായിരിക്കുന്നു എന്നതാണ് സത്യം.